ഓണത്തിന്റെ വരവറിയിച്ച് പകിടകളിയുടെ ആവേശത്തിലാണ് കോട്ടയം ജില്ലയിലെ മാങ്ങാനം, കുറിച്ചി, നിലമ്പേരൂർ ഗ്രാമങ്ങൾ. അന്യം നിന്നു പോകുന്ന പാരമ്പര്യ വിനോദങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഗ്രാമങ്ങൾ. പകിട കൈക്കുള്ളിൽ ഉരുട്ടി നിലത്ത് ഉരുട്ടിവിട്ടാണ് പകിട കളിക്കുന്നത്. പതിനഞ്ച് സെന്റിമീറ്റർ നീളവും 4 മുഖങ്ങളോടും കൂടിയാണ് പകിട നിർമ്മിക്കുന്നത്. ഓരോ വശത്തുമുള്ള കുത്തുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പകിട കളി മുന്നേറുന്നത്. പഞ്ചലോഹം കൊണ്ടാണ് പകിട നിർമ്മിക്കുന്നത്. 4 വശങ്ങളുള്ള അറ്റം ഉരുണ്ട ദീർഘചതുരാകൃതിയിലുള്ള പകിടയുടെ ഓരോ വശത്തും യഥാക്രമം 1, 3, 4, 6 എന്ന അടയാളങ്ങൾ ഉണ്ടാകും. രണ്ട് പകിടയിലും ഓരോ കണ്ണ് വെച്ച് വീഴുന്നതാണ് കൂട്ടുപകിട. ഈ നേരെ കണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 12 വരുന്നത്, 6 വരുന്നത്. ഒരു പകിടയിൽ 6ഉം മറ്റേ പകിടയിൽ 6ഉം കൂടെ 2 പകിടയും കൂടെ ചേർന്ന് വീഴുന്നതാണ് 12 എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഒരു സൈഡ് എന്ന് പറയുന്നത് 8ആണ്. 4, 4, 4, 8 എന്ന് പറയും. 2 പകിടയും കൂടെ വീഴുമ്പോഴത്തേക്കിന് 8 എന്നാണ് പറയുന്നത്. അതിന്റെ മറു സൈഡ് എന്ന് പറയുന്നത് 3 വരുന്നത്. ഒരു പകിടയും 3ഉം മറ്റേ പകിടയും 3ഉം കൂടെ വന്നു കഴിഞ്ഞാൽ 23 എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ 4 പുറമാണ് ഒരു പകിടയ്ക്കുള്ളത്. ഇതിനകത്ത് ഈ ബിരുദൻ എന്ന് പറയുന്നത് ഈ 23 3 വെച്ച് കളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാരി കളിക്കാം. അങ്ങനെ ഒരു വരി 4, 6, കൂട്ടുപകിട അങ്ങനെ വരുന്നത് നമുക്ക് വാരി കളിക്കാവുന്നതാണ്. ബിരുദൻ എന്നാണ് പറയുന്നത്. അതിന് അങ്ങനത്തെ വീഴുവാണെങ്കിൽ വാരി കളിക്കാം. എത്ര വർഷമായി നിങ്ങൾ ഈ പകിടക്കളി മത്സരം നടക്കാൻ തുടങ്ങിയിട്ട് മാങ്ങാനം പൗരസമിതിയും ഇവിടുത്തെ പകിടകളി പ്രേമികളും കൂടി നടത്താൻ തുടങ്ങിയിട്ട് 3ാമത്തെ വർഷമാണ് നടക്കുന്നത്. പക്ഷേ വർഷങ്ങൾ മുന്നേ പണ്ട് കാലം പോലെ ഞങ്ങളൊക്കെ എന്റെയൊക്കെ മുൻ തലമുറയിൽ ഇവരെയൊക്കെ കളിച്ചു വരുന്നത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഈ കളി ഇപ്പൊ തുടങ്ങിയേക്കുന്നത്. വർഷങ്ങളായിട്ട് ടൂർണമെന്റ് ഇല്ലെന്നുള്ളത് ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ പകിടകളി ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ള പകിടകളി ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ നമ്മൾ 3ാമത്തെ വർഷമാണ് നമ്മളിപ്പോ ടൂർണമെന്റ് ആയിട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ട് പോരുന്നത്. ലോഹം കൊണ്ടാണ് പകിട നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അവ പൊള്ളയായിരിക്കുകയും അവയുടെ മേൽ അടയാളങ്ങളായി അതിന്മേൽ 1, 3, 4, 6 എന്ന ക്രമത്തിൽ ദ്വാരങ്ങളാണ് ഉണ്ടാവുക. പകിടകളി എന്ന വിനോദത്തിന് പൗരാണിക കാലം മുതൽ ഭാരതത്തിൽ പ്രചാരമുണ്ടായിരുന്നുവെന്ന് പുരാണ ഇതിഹാസങ്ങളിലെ പരാമർശങ്ങൾ തെളിയിക്കുന്നു. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിൽ പലയിടത്തും ഇപ്പോഴും പകിടകളി ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട്. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ പകിട മത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തും. വിഷു, ഓണക്കാല വിനോദമാണ് പകിടകളി. സമകാലിക മലയാളം, കോട്ടയം.